बच्चों, सबका स्वागत. ഡിയർ സ്റ്റുഡൻസ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും 10ാം ക്ലാസ്സിലെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് സബ്സെ ബഡെ ഷോമാൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചു. ഇനി അടുത്ത യൂണിറ്റാണ്. അടുത്ത യൂണിറ്റിൽ ആദ്യമായിട്ട് വരുന്ന പാഠഭാഗമാണ് അഖാൽ और उसके बाद. एक छोटी सी कविता है. कुल 8वीं पंक्तियां होने वाले एक कविता है अखाल और उसके बाद. श्री नागार्जुन ने लिखा हुआ एक छोटी सी कविता है यह. अब सुना है अकाल के बारे में. आप सुना है बच्चों? ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ഓർത്ത് ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അഖാൽ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ അഖാൽ और उसके बाद क्या है इसका आशय? अकाल का मीन क्या है? അഖാലിന്റെ അർത്ഥം എന്താണ് മക്കളെ? അഖാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്നാണ്. और उसके बाद അതിനുശേഷവും. അപ്പൊ ക്ഷാമവും അതിനുശേഷവും എന്നുള്ളതാണ് ഈ പാഠഭാഗം. ഇപ്പോ इस धरती के हर एक सबके लिए है. इस धरती के हर एक सबके लिए है और सब हर एक के लिए है. इस इकाई की पहली पंक्तियों में पन्ना में लिखा है. ഈ യൂണിറ്റിന്റെ ആദ്യ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഭൂമിയിലുള്ള ഹറേക്ക് സബി കെ ലിയേ ഹെ, എല്ലാം എല്ലാവർക്കും വേണ്ടിയാണ്. ഹറേക്ക് സബ് കെ ലിയേ ഹെ. പിന്നെ പറയുന്നു സബ് ഹറേക്ക് കെ ലിയേ ഹെ, എല്ലാം ഓരോരുത്തർക്കും വേണ്ടിയാണ്. धरती हमारे लिए नहीं है, इस सब जीव जंतुओं के लिए है. लेकिन आज सामाजिक व्यवस्था में कुछ लोग धनिक है और कुछ लोग गरीबी है. उस गरीबी के कारण उसकी जिंदगी हमेशा दर्दनाक है. മനസ്സിലായ മക്കളെ? നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു വിഭാഗം ഉയർന്നവരും മറുവിഭാഗം താഴ്ന്നവരുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യൂണിറ്റിൽ ടോട്ടലി ചർച്ച ചെയ്യുന്ന കാര്യമാണ് ജാതി വ്യവസ്ഥ के बारे में और धनिक और गरीबी लोगों की जिंदगी के बारे में. പണക്കാരന്റെയും ഉയർന്ന ജാതിക്കാരന്റെയും അവസ്ഥയെക്കുറിച്ചും പാവപ്പെട്ടവനെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റു ജീവജാലങ്ങളുടെയും അവസ്ഥയെക്കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അഖാൽ और उसके बाद നാഗാർജുന എഴുതിയ एक छोटी सी कविता है, ഒരു ചെറിയ കവിതയാണ് ഇത്. അഖാൽ എന്ന് പറഞ്ഞാൽ इसकी पहली पंक्तियों में, ഈ കവിതയിലെ ആദ്യ 4 വരിയിൽ അഖാൽ का वर्णन है, ക്ഷാമത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. और उसके बाद के 4 पंक्तियों में, അതിനുശേഷം വരുന്ന 4 വരിയിലോ और उसके बाद है, അഖാലിന് ശേഷമുള്ള കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായി എന്താണ് അഖാൽ और उसके बाद എന്നുള്ളതിന്റെ സാരാംശം വരുന്നത് എന്നൊന്ന് നോക്കാം. എന്താണ് സാരാംശം വരുന്നതെന്ന് നോക്കാം. എങ്കിലേ ഈ കവിത എന്താണെന്ന് മനസ്സിലാവും. ഒരു ചോട്ടി കവിതയാണ് അല്ലേ, ഒരു ചെറിയ കവിതയാണ്. നമുക്ക് ഇതിന്റെ ആശയം നോക്കാം. സാരാംശം. हिंदी के महान कवि नागार्जुन की कविता है अकाल और उसके बाद. ഹിന്ദിയിലെ ഏറ്റവും ഫേമസ് ആയ കവിയായ നാഗാർജുന എഴുതിയ ഒരു കവിതയാണിത്. അഖാൽ കെ കാരൺ ഘർ മേം അനാജ് നഹി ഹെ. ഇതിൽ പറയുന്നു അഖാൽ കെ കാരൺ, പട്ടിണി കാരണം, ക്ഷാമം കാരണം, ഘർ മേ അനാജ് നഹി ഹെ, വീട്ടിൽ ധാന്യങ്ങളില്ല. ചൂൽഹാ രോയാ ഹെ, അതിനാൽ തന്നെ അടുപ്പ് കരയുന്നു. ഒരു ചക്കി ഉദാസുതി, ആട്ടുകല്ല് ആകെ സങ്കടത്തിലായിരുന്നു. ചൂൽഹ और ചക്കി के पास खाने कुतिया सोई है. ചൂൽഹയുടെയും ചക്കിയുടെയും അടുത്ത് കാനീ കുത്തിയ സോയി ഹെ, ആരുറങ്ങുന്നുണ്ട്? ഒരു ഒറ്റക്കണ്ണിയായ പട്ടി ഉറങ്ങുന്നുണ്ട്. കാനീ കുത്തിയ സോയി ഹെ, ഒരു ഒറ്റക്കണ്ണിയായ പട്ടി ഉറങ്ങുന്നു. ചൂഹേ और चिपकलियां खाना न मिलने के कारण निराश दे. चूल्हा और चिपकलियां, ചൂഹേ എന്ന് പറഞ്ഞാൽ എന്താ? ചൂഹേ പറഞ്ഞ എലി എന്നാണ് അല്ലെ, റാറ്റ്. और चिपकलियां,
ചിപ്കലിയ എന്ന് പറഞ്ഞാല് നമ്മൾ അടുപ്പൊക്കെ പുകയുന്ന സമയത്ത് ചുമരുമെന്ന ഒരു ചെറിയ ജീവിയെ കാണും, പല്ലി എന്നുള്ളതാണ് അല്ലെ. ചിപ്കലിയ എലിയും അതുപോലെ തന്നെ പല്ലിയും ഖാനാ ന മിൽനെ കെ കാരണം, ഫുഡ് കിട്ടാത്തത് കാരണം നിരാശതേ, ആകെ നിരാശയിലായിരുന്നു. അപ്പൊ ആദ്യം 4 വരിയുടെ ഒരു സാരാംശം പറഞ്ഞു. पहली 4 पंक्तियों में आने वाली प्रमुख कथापात्र का नाम है चूल्हा, चक्की और धोबी है बच्चों. രണ്ടാളും കൂടിയുണ്ട്. इसमें मानव कथापात्र नहीं है. അപ്പൊ ആരൊക്കെയുള്ളത്? ചൂൽഹ, ചക്കി, ചൂഹെ, ചിപ്കലിയ അല്ലേ. അപ്പൊ അടുത്ത പാരഗ്രാഫിന്റെ ആശയമായിട്ട് പറയുന്നു, കൈ ദിനോം കെ അകാൽ കെ ബാദ് घर में दाने आए, घर के ऊपर दुआम उठने लगा, खुशी से घर के लोगों की आंखें चमकने लगी, कौवे घर के पास आकर पंख गुजलाने लगे, सारी जगहों पर खुशी व्याप्त होने लगी. അപ്പൊ നെക്സ്റ്റ് 4 അകാൽ കെ ബാദ് ക വർണ്ണൻ ഹെ. അകാലിന് ശേഷമുള്ള കാര്യം വർണ്ണിച്ചുകൊണ്ട് പറയുന്നു, കൈ ദിനോം കെ അകാൽ കെ ബാദ്, ഒരുപാട് ദിവസത്തെ ആ പട്ടിണിക്ക് ശേഷം, ക്ഷാമകാലത്തിന് ശേഷം, ഗർമേം ധാനയായേ, വീട്ടിൽ ധാന്യങ്ങൾ വന്നു, വീട്ടിൽ ഭക്ഷണം വന്നു. ഗർക്കെ ഊപ്പർ ദുആമുടിനലക, വീടിന് മുകളിലൂടെ ഇങ്ങനെ പുക ഉയരാൻ തുടങ്ങി. ഗർക്കെ ഊപ്പർ, വീടിന് മുകളിലൂടെ പുക ഉയരാൻ തുടങ്ങി. ഖുഷീസെ ഗർക്കെ ലോഗോം കെ ആങ്കോമേം, സന്തോഷത്താൽ, ഖുഷീസെ സന്തോഷത്താൽ, ഗർക്കെ ലോഗോം കെ ആങ്കോമേം, വീട്ടിലെ ആളുകളുടെ കണ്ണുകൾ ചമക്കിനെ ലഗിയും, എന്ത് ചെയ്യാൻ തുടങ്ങി? ആകെ മിന്നിത്തിളങ്ങാൻ തുടങ്ങി, ആകെ തിളക്കം വരാൻ തുടങ്ങി. ഭക്ഷണം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകളിൽ തിളക്കം വന്നു. പിന്നെയോ കവ്വേ ഗർക്കെ പാസാക്കർ പങ്ക് കുജലാനലകെ, കാക്കയാണെങ്കിലോ വീടിനരികിലേക്ക് വന്നിട്ട് പങ്ക് കുജലാനലകെ, തൻ്റെ ചിറകൊന്ന് ചൊറിയാൻ തുടങ്ങി. ഒന്ന് ചിറക് വിടർത്തിയിട്ട് ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഇപ്പം ആരെങ്കിലും പുറത്തേക്ക് എറിയുമല്ലോ എന്നുള്ള ആശയിൽ അവിടെ നിന്നു. പിന്നെയോ സാരീ ജഗഹോം പർ, എല്ലാ സ്ഥലങ്ങളിലും ഖുഷി വ്യാപ്ത് ഹോനെ ലഗി, ആ സന്തോഷകരമായ സാഹചര്യം ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഈ കവിതയുടെ സാരാംശമാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കവിതയുടെ ആശയം എന്ത്, കവിതയാണ് പറയാൻ പോകുന്നത്. ആ കവിത എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അഖാൽ और उसके बाद श्री नागार्जुन ने लिखा है, देखिए इस कविता देखिए, पहले 4 पंक्तियों में कवि अकाल का वर्णना किया है. देखिए पहले 4 पंक्तियों देखिए, कई दिनों तक चूल्हा रोया, चक्की रही उदास, कई दिनों तक कानी कुतिया सोई उसके पास, कई दिनों तक लगी बीत पर छिपकलियों की गश्त, कई दिनों तक चूहों की हालत रही शिकस्त. देखिए पहले 4 पंक्तियों में कवि कहते हैं, कई दिनों तक चूल्हा रोया, चक्की रही उदास. ഇപ്പൊ മക്കളെ, ഈ ആദ്യത്തെ 4 വരിക്കൊരു വിശേഷണം ഉണ്ട്. എന്താണ്? കൈ ദിനോം തക്ക് എന്നാണ് അല്ലെ. എല്ലാത്തിന്റെയും ആദ്യത്തെ 4 വരികൾ നോക്കിയേ, കൈ ദിനോം തക്ക് എന്ന് തന്നെ അല്ലേ. ആ 4 വരിയുടെ പകുതിയും അത്ര തന്നെയാണ് അല്ലെ, കൈ ദിനോം തക്ക്. അപ്പൊ ഈ കവിത പഠിക്കാൻ വെരി സിമ്പിൾ ആണ് അല്ലെ. കൈ ദിനോം തക്ക്, ഒരുപാട് നാൾ വരെ, കുറേ ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ വരെ, കൈ ദിനോം തക്ക്, കുറേ ദിവസങ്ങൾ വരെ ആ വീട്ടിൽ എന്തുണ്ടായിരുന്നില്ല? ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ കൈ ദിനോം തക്ക് ചുൽഹാരോയ, ഒരുപാട് ദിവസം വരെ പറയുന്നു. കൈ ദിനോം തക്ക് ചുൽഹാരോയ, കുറേ ദിവസം വരെ അടുപ്പ് കരഞ്ഞു. ഓർ ചക്കി രഹി ഉദാസ്, ആട്ടുകല്ല്, തിരിക്കല്ല് എന്തായി? ആകെ സങ്കടത്തിലായി. മനസ്സിലായോ? കൈ ദിനോം തക്ക് ചുൽഹാരോയ ചക്കി രഹി ഉദാസ്, ഒരുപാട് ദിവസം വരെ അടുപ്പ് കരഞ്ഞു. ആട്ടുകല്ല്, ആ തിരിക്കൽ എന്തായിരുന്നു? ആകെ സങ്കടത്തിലായിരുന്നു. കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉസ്കെ പാസ്, ഒരുപാട് ദിവസം വരെ കാനി കുത്തിയ, ആ ഒറ്റക്കണ്ണിയായ ഡോഗ്, ആ പട്ടി എന്ത് ചെയ്തു? സോയി ഉസ്കെ പാസ്, സോന ഉറങ്ങുക, സോയി ഉസ്കെ പാസ്, ഉറങ്ങി അതിൻ്റെ അരികില്. ഒരുപാട് ദിവസം വരെ ആ അടുപ്പിലൊന്നും ഉണ്ടാക്കാത്തത് കാരണം
ആ അടുപ്പിൽ തീ പുകയാത്തത് കാരണം ആ അടുപ്പിന്റെ കണ്ണിയിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്തു? ആ ഒറ്റക്കണ്ണിയായ പട്ടി അവിടെ കിടന്നുറങ്ങി. ഇനിയോ കൈ ദിനോം തക്ക്, ഒരുപാട് ദിവസം വരെ ലഖി ബീത്ത് പർ, ആ വാളുകളില് വീടിന്റെയൊക്കെ ചുമരുകളിൽ എന്തായിരുന്നു? ചിപ്കലിയം കി ഗഷ്ത്, പല്ലികളുടെ ഉലാത്തലായിരുന്നു അല്ലെ. ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരുന്നു ആര്? ചിപ്കലിയാം, പല്ലികള്. ഒരുപാട് ദിവസം വരെ പല്ലികൾ ഇങ്ങനെ അവിടേക്ക് കടന്ന് കറങ്ങി. ഇനിയോ കൈ ദിനോം തക്ക്, ഒരുപാട് ദിവസം വരെ ചൂഹോം കോ ബിഹലത് ശികസ്ത്, പല്ലി ചൂഹേ റാറ്റ്, എലികളുടെ അവസ്ഥയും എന്തായിരുന്നു? ഷിക്കസ്ത്, പരാജയമായിരുന്നു. ഒരുപാട് ദിവസം വരെ എലികളുടെ അവസ്ഥയും പരാജയമായിരുന്നു. तो देखिए इस पहले 4 पंक्तियों में कवि नागार्जुन ने अघाल की भीषणता की ओर वर्णना किया है. ആദ്യത്തെ 4 വരിയിലൂടെ കവി അഘാലിന്റെ ഭീഷണതയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അഘാലിന്റെ ആ കാഠിന്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നു. लेकिन यहाँ कवि मानव के बिना अन्य जीव जालों को पात्र लेकर कविता लिखी है. ഈ കവിതയുടെ ഒരു വിശേഷണമാണ് കേട്ടോ. എന്താണ് കവി ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മനുഷ്യനല്ല കഥാപാത്രങ്ങൾ. മാനവക്കെ ബിന അന്യ പ്രാണിയോം സേ പാത്ര ലേക്കർ കവിത ലിഖി ഹേ. മനുഷ്യനെ കൂടാതെ മറ്റ് കഥാപാത്രങ്ങൾ, ജീവനില്ലാത്തതും അജീവ और जीव जंतुओं के बारे में चर्चा किया है. चूल्हा चक्की वो अजीव है, ജീവനില്ലാത്തതാണ്. लेकिन चूहे छिपकलियां दोनों ജീവ ഹോനെ വാലെ വസ്തു ഹേ. രണ്ടും എന്തായിരുന്നു? ജീവനുള്ളതാണ് അല്ലേ. അപ്പൊ കവിതയിൽ കവി ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും വെച്ചിട്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങളുടെയും ജീവിതം എന്താണ്? പട്ടിണിയാണ്. മനുഷ്യര് ആ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ല എങ്കിൽ. മനസ്സിലായോ? कवि पहले 4 पंक्तियों में अगाल का वर्णना किया है और बाद के 4 पंक्तियां देखिए. इനി അതിനുശേഷമുള്ള 4 വരികളും നോക്കാം. दाने आए घर के अंदर कई दिनों के बाद, दाने आए घर के अंदर कई दिनों के बाद, दुआम उड़ा आंगन से ऊपर कई दिनों के बाद, दुआम उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवा ने गुजलाई पंगेम कई दिनों के बाद, कौवा ने गुजलाई पंगेम कई दिनों के बाद. देखिए पहले 4 पंक्तियों में कई दिनों तक दोहरा है, लेकिन अंतिम 4 पंक्तियों में कई दिनों के बाद दोहरा है. समझा है? ആദ്യ 4 വരിയിലൂടെ കൈ ദിനോം തക്ക് എന്നുള്ളതായിരുന്നു റിപ്പീറ്റ് ചെയ്തതെങ്കിൽ അവസാന 4 വരിയിലൂടെ കൈ ദിനോം കെ ബാദ് എന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. കൈ ദിനോം കെ ബാദ്, ബാദ് ആഫ്റ്റർ, കൈ ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അല്ലേ. अब घर में अनाज आने पर घर वालों की खुशी मनाते हैं. इसके बारे में कविता में कवि कहते हैं कि दाने आए घर के अंदर कई दिनों के बाद, വീട്ടിനകത്തേക്ക് ധാന്യങ്ങൾ വന്നു, ഫുഡ് വന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീടിനകത്തേക്ക് ഭക്ഷണം വന്നു. ദുആം ഉടാ ആംഗൺ സേ ഊപ്പർ കൈ ദിനോം കെ ബാദ്, പുക ഉയർന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. വീടിന്റെ മുകളിൽ നിന്നും പുക ഉയർന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ചമക് ഉടി ഘർ ഭർ കി ആംഖേം കൈ ദിനോം കെ ബാദ്, ചമക്ന ഷൈനിങ്, തിളങ്ങി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിനകത്തുള്ളവരുടെ കണ്ണുകള്. കവ്വേനെ പങ്കേം ഗുജലായി, കാക്ക കവ്വ, കാക്കയാണ് അല്ലെ. കവ്വാനെ അങ്കേം ഗുജലായി, കാക്ക ചിറക് ചൊറിഞ്ഞു. കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. കാക്ക ചിറക് ചൊറിഞ്ഞു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. देखिए इस अंतिम 4 पंक्तियों में कवि नागार्जुन ने अघाल के बाद की खुशी के बारे में वर्णना किया है. इसमें भी मानव कथापात्र नहीं है, उसमें भी कौवा आदि चीजों से कवि ने यह हम कविता लिखी है. ആദ്യ 4 വരിയില്
അകാലിന്റെ ഭീഷണതയെ കുറിച്ചായിരുന്നു എങ്കിൽ അവസാന 4 വരിയിലൂടെ കവി എന്താണ്? അകാൽ കെ ബാദ് ക വർണ്ണനാക്കിയ ഹെ, അകാലിന് ശേഷമുള്ള കാര്യങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോ ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നാഗാർജുൻ പറയുകയാണ്, ആദ്യത്തെ 4 വരിയിലൂടെ ഒരുപാട് സമയം വരെ വീടിനകത്ത് ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വീടിനകത്തുള്ള മനുഷ്യരെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ജീവജാലങ്ങളുടെ ജീവിതം വളരെ കഷ്ടകാലത്തിലായിരുന്നു. പിന്നീട് പറഞ്ഞു, അതിനുശേഷം 4 വരിയിലൂടെ പറഞ്ഞു, വീടിനകത്തേക്ക് ഭക്ഷണം വന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് വീട്ടുകാരുടെ കണ്ണുകളിലൊക്കെ എന്ത് ചെയ്തു? സന്തോഷം വന്നു. ആ വീടിന്റെ മുറ്റത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടപ്പോൾ ആ മരക്കൊമ്പിലിരിക്കുന്ന കാക്കയുടെ സന്തോഷമാണ് കവി സൂചിപ്പിക്കുന്നത്. കവ്വാനയാങ്കേം കുജലായി അപ്പിനെയാങ്കേം അപ്പിനെ പങ്ക് കുജലായി. കവ്വ എന്ത് ചെയ്തു? കാക്ക എന്ത് ചെയ്തു? തന്റെ ചിറക് ചൊറിഞ്ഞു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ബാലൻസ് വേസ്റ്റുകൾ വലിച്ചെറിയുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ എന്ത് ചെയ്തു? ആ കാക്ക അവിടെ നിന്നു. അപ്പോ നാഗാർജുന എഴുതിയ അകാൽ और उसके बाद എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇത്രയുമാണ് കവിതയായിട്ട് ഇതിൽ പഠിക്കാൻ വരുന്നത്. ഇനി അതില് അകാൽ और उसके बाद എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന ടിപ്പണി എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ കവിതയാണെങ്കിൽ എല്ലാ കവിതകളിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ടിപ്പണി ലിഖേം യാ പ്രാസംഗികത പർ ടിപ്പണി ലിഖേം. ഒന്നുകിൽ കവിതയുടെ ആസ്വാദന ടിപ്പണി ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ സമകാലികതയെ കുറിച്ച് ടിപ്പണി ചോദിക്കും അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, കവിതയ്ക്ക് ഒരു ടിപ്പണി എഴുതുന്ന സമയത്ത് ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ അതിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും നന്നായിട്ട് ഓർത്ത് വെക്കുക, ഒന്ന് ശീർഷക് വേണം. ഒന്നെന്താണ്? ശീർഷക് ലിഖേം. ശീർഷക് എന്താ? ടൈറ്റിൽ എഴുതണം അല്ലെ. അപ്പൊ ആസ്വാദന ടിപ്പണി എഴുതുമ്പോൾ നമ്മളെല്ലാവരും മറക്കാതെ എഴുതേണ്ട ഒന്നാണ്. അതിന് കവിതയുടെ പ്രാസംഗികതയെ കുറിച്ച് ടിപ്പണിയാണെങ്കിലും എന്ത് എഴുതുകയാണെങ്കിലും നമുക്ക് എന്തായാലും ഒന്ന് ആവശ്യമാണ് ശീർഷക്. രണ്ടാമത് ഭൂമിക വേണം. എന്താ? ഇൻട്രൊഡക്ഷൻ. എന്താ? കവിക നാം അല്ലെ. ഇപ്പൊ ഭൂമികയിൽ എന്തൊക്കെ എഴുതണം? കവിയെ പരിചയപ്പെടുത്തണം, കവിതയുടെ പേര് എഴുതണം, വിഷയിക്ക പരിചയം, ആ കണ്ടന്റ് പരിചയപ്പെടുത്തണം, ശീർഷക ഔചിത്യം. ഔചിത്യമാണ് അല്ലെ. നമ്മൾ ഹെഡിങ് കൊടുക്കുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിരിക്കണം. അപ്പോ അതിലെന്തൊക്കെയാ പറഞ്ഞത്? ഭൂമിക വേണം, കവി വേണം, കവിത വേണം, വിഷയിക്ക് പരിചയം വേണം, വിഷയിക്ക പരിചയം വേണം, ശീർഷകിന്റെ ഔചിത്യം വേണം. ഇനി അതിൽ മൂന്നാമതായി വരുന്നതാണ് വിശ്ലേഷണം വേണം അല്ലെ. എക്സ്പ്ലനേഷൻ വേണം. എക്സ്പ്ലെയിൻ ചെയ്യണം കവിതയെ കുറിച്ച്, കവിതയെ വ്യാഖ്യാനിക്കണം. കവിതാമീൻ കവി കഹത്തെ ഹെക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കണം. പിന്നെ ഉപസംഹാർ, കൺക്ലൂഷൻ വേണം അല്ലെ. പ്രാസംഗികത വേണം. എന്താണ് അതിന്റെ പ്രാസംഗികത? പിന്നെ സന്ദേശം, എന്താണ് അതിന്റെ തീം, എന്താ മെസ്സേജ്, എന്താണ് അപ്പിനാ ദൃഷ്ടികോണ്, തന്റെ കാഴ്ചപ്പാട് എന്താണ്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് കവിത എഴുതേണ്ട. ശീർഷക് വേണം, ഭൂമിക വേണം, വിശ്ലേഷണം വേണം, ഉപസംഹാര വേണം അല്ലെ. അപ്പൊ ഇത് ഏത് കവിതയാണെങ്കിലും, ഇപ്പൊ ടൂട്ടാ പഹിയെ പഠിച്ചു, ഇനി ഇപ്പൊ നമ്മൾ അകാൽ और उसके बाद പഠിക്കുന്നു. അങ്ങനെ ഏത് ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന കവിത ഇനി പഠിക്കാനിരിക്കുന്നു. അപ്പൊ ഏത് കവിത പഠിക്കുകയാണെങ്കിലും കവിതയിൽ നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് ശീർഷക്. എന്തൊക്കെ വേണം? ശീർഷക എഴുതണം. പിന്നെന്ത് വേണം? ആദ്യം നമ്മൾ ശീർഷക കൊടുത്തു. പിന്നെന്ത് വേണം? ഭൂമിക വേണം, വിശ്ലേഷണ, ഉപസംഹാരം. ഇത്രയും നമ്മൾ എല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ കവിതയെ കുറിച്ച് അകാൽ और उसके बाद കവിത പർ ടിപ്പണി ലിഖേം എന്ന് പറഞ്ഞാൽ എന്താ എഴുതുക എന്നുള്ളതാണ് ഇനി നമ്മളൊന്ന് പരിശോധിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം. അകാൽ और उसके बाद എന്ന് പറയുന്ന കവിതയുടെ എന്താണ് ആസ്വാദൻ ടിപ്പണി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് അകാൽ और उसके बाद എന്ന് പറഞ്ഞാല് എന്താണ് ആ കവിതയുടെ ടിപ്പണി എന്നുള്ളതാണ്. അകാൽ और उसके बाद ശ്രീ നാഗാർജുന ने लिखा हुआ एक कविता है. ശ്രീ നാഗാർജുന എഴുതിയ ഒരു കവിതയാണ് അകാൽ और उसके बाद എന്ന് പറയുന്നത് അല്ലെ. അകാൽ और उसके बाद എന്ന് പറയുന്നത് നാഗാർജുന എഴുതിയ കവിതയാണ്. അപ്പോ അതില് എന്താ വരുന്നത് നോക്കാം. നാഗാർജുനെ ആദ്യം കവി ഒരു ഹെഡിങ് കൊടുക്കാം അല്ലെ, അത് നമുക്ക് അവസാനം കൊടുക്കാം. എന്താണ്? അകാൽ കി ഭീഷണത ഓർ ശേഷ് കി ഖുഷി അല്ലേ. അകാൽ കി ഭീഷണത 3 ഡോട്ട് കൊടുക്കാം, ശേഷ് കി ഖുഷി എന്ന് കൊടുക്കാം അല്ലേ. അപ്പൊ എന്താണ് ഇനി അതിന് ശേഷം വരുന്ന നോക്കാം. നാഗാർജുൻ ആധുനിക ഹിന്ദി
कवियों में एक महान कवि है। नागार्जुन ആധുനിക ഹിന്ദി കവിയോ മേ ഏക് മഹാൻ കവി ഹെ. ഹിന്ദിയിലെ ഫേമസ് ആയ ആധുനിക കാലഘട്ടത്തെ കവികളിൽ ഒരു പ്രധാനിയാണ് നാഗാർജുൻ. എന്നിട്ടാ ഇസ് കവിത മേ കവി അകാൽ और उसके बाद का कवि अकाल और अकाल के बाद के समय का वर्णन करते हैं. ഈ കവിതയിലൂടെ അകാലിനെ കുറിച്ചും അകാലിന് ശേഷം വരുന്ന കാര്യത്തെക്കുറിച്ചുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. कवि पहले 4 पंक्तियों में कवि पहले अकाल के समय का वर्णन इस प्रकार करते हैं. കവി അകാലിന്റെ ആദ്യകാലത്തെ കുറിച്ച് അല്ലെങ്കിൽ അകാലിനെ കുറിച്ച് ആദ്യ 4 വരിയിലൂടെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. അകാൽ കാ സമയത എന്തുണ്ടായിരുന്നു? ഒരു ക്ഷാമ കാലഘട്ടം ഉണ്ടായിരുന്നു. ഗർമേ കുച്ച് ഭി അനാജ് നഹീ ഹേ, വീട്ടിൽ ഒരു ധാന്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ചുൽഹേ മേം ഖാന നഹീം പകാത്ത ഹേ, അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യാറുണ്ടായിരുന്നില്ല. ഇസ്ലിയെ വോ രോത്താ ഹേ, അതുകൊണ്ട് ആ അടുപ്പ് കരയുന്നു. ചക്കി അനാജിന പീസ്നെ സെ നിരാശതേ, ചക്കിയാണെങ്കിലോ ധാന്യങ്ങൾ അരയ്ക്കാത്തത് കൊണ്ട് ആകെ നിരാശയിലായിരുന്നു. ചുൽഹേ और चक्की के पास चूल्हे और चक्की के पास लेट कर खाने कुतिया सो रही थी सोई थी. ആ അടുപ്പിന്റെയും ആട്ടുകല്ലിന്റെയും അരികിൽ കിടന്നുകൊണ്ട് ആ കാനെ കുത്തിയ ഉറങ്ങുന്നുണ്ടായിരുന്നു. ചിപ്കലിയാം ഒരു ചൂഹേ, ചിപ്കലികളും പല്ലികളും എലികളുമാണെങ്കിലോ ഖാന ഡൂണ്ടത്തെ സമയ നിരാശസേ ഗുംതേ രേ, എങ്ങനെയാണ് അവര് ഭക്ഷണം അന്വേഷിക്കുന്ന സമയത്ത് ഒന്നും കാണാതെ നിരാശസേ ഘൂംതേ, നിരാശയോടുകൂടെ കറങ്ങുന്നുണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ 4 വരി അല്ലെ. ഇനി അടുത്തൊരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് എഴുതാം. കവി അകലെ 4 पंक्तियों में अकाल के बाद का वर्णना किया है. അകാൽ ബീത്ത് ഗയ, അങ്ങനെ എന്ത് കഴിഞ്ഞു പോയി? അകാൽ കഴിഞ്ഞു പോയി. അനേക് ദിനോം കെ ബാദ് ഘർമേം അനാജ് ആയേ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീട്ടിൽ എന്ത് വന്നു? ദാനയായേ, ധാന്യങ്ങൾ വന്നു. അനാജായേ, ധാന്യങ്ങൾ വന്നു. ഖാന പക്കാനേക്കെ, ആ ഖാന പക്കാനെ സെ ഘർ കെ ഊപ്പർ ധുആം ഉഠ്നെ ലഗാ, വീട്ടിലെ ധാന്യങ്ങള് പാകം ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? വീടിന്റെ മുറ്റത്ത് നിന്നും ധുആം ഉഠ്നെ ലഗേ, പുക ഉയരാൻ തുടങ്ങി. ഗർക്കെ സബ് പ്രാണിയും ക്യാങ്കേം, വീട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കണ്ണുകള് ഖുശീസെ ചമക്കിനെ ലഗീം, സന്തോഷത്താൽ വിടരാൻ തുടങ്ങി, സന്തോഷത്താൽ തിളങ്ങാൻ തുടങ്ങി. ആവശ്യക ഗാനാക്കി ഗാന മിൽനെ കെ കാരൺ, ആവശ്യമായ ഫുഡ് കിട്ടിയത് കൊണ്ട് എന്തായിരുന്നു? ഖുശീസെ കവ്വേ, സന്തോഷത്താൽ ആ കാക്ക അപ്പിനെ പങ്ക് ഗുജ്ലാനെ ലഗേ, തന്റെ തൂവലുകളെല്ലാം തന്റെ ചിറകെല്ലാം ഗുജ്ലാനെ ലഗേ, എന്ത് ചെയ്യാൻ തുടങ്ങി? വൃത്തിയാക്കാൻ തുടങ്ങി, ചൊറിയാൻ തുടങ്ങി. അപ്പൊ കവിതയുടെ ആശയം എഴുതി. ഇനി അതിലൊരു എന്ത് ചെയ്യണം? പ്രാസംഗികത എഴുതണം അല്ലെ, അല്ലെങ്കിൽ ദൃഷ്ടികോണം എഴുതണം. ഇസ് കവിത കാ ആശയ ആജ് ഭി പ്രാസംഗിക ഹെ, ഈ കവിതയുടെ ആശയം ഇന്നും പ്രാസംഗികമാണ്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ये इस कविता में एक समकालीन समस्या की ओर उल्लेख किया है. इस कविता में एक समकालीन समस्या की ओर उल्लेख किया है. ഈ കവിതയിൽ ഒരു സമകാലിക സമസ്യയെ കുറിച്ചാണ് സൂചന നൽകിയിരിക്കുന്നത്. ഗരീബി और अकाल सब जीव जालों को एक समान है. ദാരിദ്ര്യവും ക്ഷാമവും എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഏക് സമാൻ ഹേ, ഒരുപോലെയാണ്. കവിത കാ ഭാഷ സരൾ ഹേ, എഴുതി വെക്കാം. കവിതയുടെ ഭാഷ ലളിതമാണ്. അകാൽ കി രൂക്ഷത और അകാൽ കെ ബാദ് കി ഖുഷി, അകാലിന്റെ രൂക്ഷതയെ കുറിച്ചും और അകാൽ കി ബാദ് കി ഖുഷി, അകാലിന് ശേഷമുള്ള സന്തോഷത്തെയും കുറിച്ച് വർണ്ണൻ കർണേ മേ കവി, വർണ്ണിക്കുന്നതിൽ കവി എന്താണ്? പൂർണ്ണ സഫൽ ഹുയേ ഹേ, പരിപൂർണമായിട്ടും വിജയിച്ചിട്ടുണ്ട്. അപ്പൊ കവിതയുടെ ആശയം മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയുമാണ് കവിതയുടെ ആശയമായിട്ട് വരുന്നത്.
അപ്പൊ ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന 2 വർക്കുകളാണ് നോക്കുന്നത്. അതിന് മുകളിൽ കുറെ ചോദ്യങ്ങളുണ്ട്. അതെല്ലാം ഈ കവിതയുടെ സാരാംശം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇനി അതിലൊരു ചോദ്യമുണ്ട്, കവിനെ അകാൽ കാ ചിത്രൺ കിസ് പ്രകാർ കിയാ ഹെ, ചർച്ച കരേ. കവി അകാലിനെ കുറിച്ച് എങ്ങനെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 53 നൽകിയിട്ടുണ്ട് അല്ലേ. അകാൽ എന്ന് കൊടുത്തിട്ട് ഒരു ആദ്യത്തെ കോളത്തിൽ കൊടുത്തു ചുൽഹെ കാ രോന. ആദ്യ വരിയിൽ അതാ പറഞ്ഞല്ലേ, ചുൽഹ കാ രോന. ഇനി രണ്ടാമതായി എന്താ കൊടുക്കുക? ബീത്ത് പർ ചിപ്കലിയോം കി ഗഷ്ത് അല്ലേ. എന്നിങ്ങനെ ഒന്ന് പറഞ്ഞു അടുപ്പ് കരയുന്നു, പിന്നെ ചുമരില് ചിപ്കലിയോം കി ഗഷ്ത് ഉണ്ടാകുന്നു അല്ലെ. പിന്നെ എന്തായിരുന്നു? ചൂഹാം കി ഹലത്ത് ബി ഷിക്കസ്തായിരുന്നു അല്ലെ. ആ എലികളുടെ അവസ്ഥ പോലും എന്തായിരുന്നു? പരാജയമായിരുന്നു. പിന്നെന്താ പറഞ്ഞത്? ചക്കി ക ഉദാസ് ഹോന. ചക്കി എന്തായിരുന്നു? ഇപ്പൊ നമുക്ക് ഓർഡർ നോക്കാം. ഒന്നാമതായി ചുൽഹാക്കരോന, അടുപ്പ് കരയുക എന്നുള്ളത് അല്ലെ. രണ്ടാമതായി ബീത്ത് പർ ചിപ്കലിയോം ക ഗഷ്ത്, ആ ചുമരിൽ ആരുടെ ഉലാത്തല്? പല്ലികളുടെ ഉലാത്തല്. മൂന്നാമതായിട്ട് എഴുതിയത് എന്താണ്? ചക്കി ക ഉദാസോന, ചക്കി ഉദാസോന എന്നുള്ളത്. ഇനി നാലാമതായിട്ടോ ഷിക്കസ്ത് എന്തായിരുന്നു? പരാജയമായിരുന്നു. ആരുടേത്? ഹാലത്ത് വാലെ ചൂഹെ. ഷിക്കസ്ത് ഹാലത്ത് വാലെ ചൂഹെ, പരാജയം നിറഞ്ഞ ചൂഹയുടെ അവസ്ഥ അല്ലെ. അപ്പൊ ആദ്യത്തെ 4 കിട്ടിയില്ലേ. ഇനി അതിന്റെ താഴെയുള്ള അടുത്ത 4 വരികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. കവിനെ അകാൽ കെ ബാദ്, കവി അകാലിന് ശേഷമുള്ള കാര്യത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. കവി അകാൽ കെ ബാദ് കി ഹാലത്ത് കാ ചിത്രൺ കിസ് പ്രകാർ കിയാ ഹെ. അപ്പൊ നമുക്ക് എഴുതി കൂടെ എന്ത് എഴുതാം? ഗർക്കെ അന്തർ ദാനേക്കാണ്, വീടിനകത്തേക്ക് ഭക്ഷണം വരിക എന്നുള്ളത് വന്നു അല്ലെ. അത് ഒന്നാമതായിട്ട് വന്നതാണ്. പിന്നെയോ ഗർബർ കി ആങ്കോം ക ചമക്കുടന, രണ്ടാമത് എഴുതാം ഗർബർ കി ആങ്കോം ക ചമക്കുടന, വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും കണ്ണുകളിൽ തിളക്കം വരിക എന്നുള്ളതാണ്. ഇനി മൂന്നാമതായി നമുക്ക് എന്ത് ചെയ്യുക? ആങ്കൺ കെ ഊപ്പർ ദ്വാമുടന, ആങ്കോം കെ ഊപ്പർ, ആങ്കൺ കെ ഊപ്പർ അല്ലെ, വീട് മുറ്റത്ത് നിന്ന് ദ്വാം ക ഉടന, വീട്ടുമുറ്റത്ത് നിന്ന് പുക ഉയരുക എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ടോ കവ്വേക്കെ പങ്കോം കോ ഗുജ്ലാന, കവോം കെ പങ്കോം ക ഗുജ്ലാന. അപ്പൊ ഒന്നാമതായി ഗർക്കെ അന്തർ ദാനേക്കെ ആന, രണ്ടാമതായി ഗർബർ കി ആങ്കേം ക ചമക്കുടന, മൂന്നാമതായി ആങ്കൻ കെ ഊപ്പർ ക ഊപ്പർ ദ്വാം ക ഉടന, നാലാമതായി കവ്വേക്കെ പങ്കോം ക ഗുജ്ലാന, കവ്വേക്ക പങ്കോം ക ഗുജ്ലാന. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. അപ്പോ അകാൽ ഔർ ഉസ്കെ ബാദ്, അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന കവിതയിൽ നാഗാർജുന എഴുതിയ एक छोटी सी कविता है, ഒരു ചെറിയ കവിതയാണിത്. इसमें पहली 4 पंक्तियों में अकाल की भीषणता है और बाद की 4 पंक्तियों में अकाल के बाद का वर्णन है. इसमें प्रमुख कथापात्र कौन कौन है? पहले 4 पंक्तियों का कथापात्र है चूल्हा, चक्की, चूहे, छिपकलियां. और अकाल के बाद आंगर के आंगण, दुआम और कौवा. ഇത്രയുമാണ് മക്കളെ അകാൽ और उसके बाद എന്ന് പറയുന്ന കവിതയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇന്ന് എന്തൊക്കെ കവിത പഠിച്ചു, കവിതയുടെ ആശയം പഠിച്ചു, എങ്ങനെ കവിതയുടെ ആശയം എഴുതാം എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ കവിതയുടെ ആശയം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അകാലിനെ കുറിച്ച് ചിത്രീകരിച്ചതെന്ന് പഠിച്ചു. അകാലിന്റെ ബാദ് എങ്ങനെയാ ചിത്രീകരിച്ചതെന്ന് പഠിച്ചു. അപ്പോ അകാൽ और उसकी बाद नागार्जुन की एक छोटी सी कविता है. SSLC പരീക്ഷയിൽ ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയണം. കാരണം പരീക്ഷയിൽ ആ കവിതയുടെ ആശയം പഠിച്ചു വെച്ചാൽ അതിൽ നിന്നാണ് 2 മാർക്കിനാണെങ്കിലും 1 മാർക്കിനാണെങ്കിലും എല്ലാം തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം पहली 4 पंक्तियों में अकाल का वर्णन है और बाद की 4 पंक्तियों में अकाल के बाद का वर्णन है. മനസ്സിലായില്ലേ?
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുതിയ ഒരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം നേരുന്നു.